ശബരിമലയിലെ യുവതീ പ്രവേശന ആശങ്ക സർക്കാർ പരിഹരിച്ചുവെന്ന് NSS വൈസ് പ്രസിഡന്റ് കൂട്ടിച്ചേർക്കുകയാണ് N. സംഗീത് കുമാർ. പഴയകാലത്തെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട കാര്യമില്ലെന്നും സംഗീത് കുമാർ പറയുകയാണ്. അതുകൂടി സർക്കാർ വിശ്വാസികളല്ല, അപ്പം ഇത് രാഷ്ട്രീയമായ ഒരു പരിപാടിയാണ് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷനൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. NSS അങ്ങനെ കാണുന്നുണ്ടോ? അല്ല, എല്ലാ കാലത്തും വിശ്വാസികൾ തന്നെ സർക്കാരിന് നേതൃത്വം കൊടുക്കണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നും ഇല്ലല്ലോ. കേരളത്തിൽ കാലാകാലങ്ങളിലായിട്ട് മാറി മാറി വിശ്വാസികളും അവിശ്വാസികളും ഭരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു 10 വർഷം ഇടതുപക്ഷ ഭരണം വന്ന്. അവരിലും പലരും വിശ്വാസികളാണ്. അപ്പം അങ്ങനെയൊന്നും നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവർ ഒരു മതേതര സർക്കാർ എന്നുള്ള നിലയിൽ എല്ലാ മതത്തിനെയും സംരക്ഷിക്കാനും എല്ലാ വിശ്വാസികൾക്കും സംരക്ഷണം കൊടുക്കാനും എല്ലാം ബാധ്യസ്ഥരാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ പല പരിപാടികളും സംഘടിപ്പിക്കുന്നു. 2018 വിധിക്ക് ശേഷം ഒരു വലിയ പ്രതിസന്ധി, അതായത് ശബരിമല ആചാരം ഒരു പ്രതിസന്ധിയിലാണ്. അത് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടത് NSS ആണ്. ആ പ്രതിസന്ധി കാലം കടന്നുപോയി, അല്ലെങ്കിൽ ആ ആശങ്കകൾ അവസാനിച്ചു. അതെല്ലാം പരിഹരിച്ചല്ലോ. ഇനിയിപ്പം നമ്മൾ പഴയ കാര്യത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ട് വലിയ കാര്യമില്ല. ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS രാഷ്ട്രീയം കാണുന്നില്ല. മാത്രമല്ല, ശബരിമല ആചാരം സർക്കാർ സംരക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസവും NSS വൈസ് പ്രസിഡന്റ് N. സംഗീത് കുമാർ പ്രകടിപ്പിക്കുകയാണ്. ക്യാമറാൻ MS വിത്തിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പ്രശാന്ത് കൃഷ്ണയിലേക്ക് ഒരിക്കൽ കൂടി. പ്രശാന്ത്, NSSനെ സംബന്ധിച്ചോളം എന്തായിരുന്നു 2018 തുടർന്ന് കുറച്ച് കാലഘട്ടത്തിലും ഉണ്ടായ ആശങ്ക? ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിഘ്നം സംഭവിക്കാൻ പാടില്ല എന്ന കണിശമായ നിലപാടെടുത്ത ഒരു സാമുദായിക സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ഇപ്പോൾ അതിനുശേഷമുണ്ടായിട്ടുള്ള ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ സർക്കാരിനോട് പൂർണ്ണ വിശ്വാസം തോന്നാൻ ഇടയാക്കുന്ന ഘട്ടങ്ങൾ എന്തെന്നാണ് മനസ്സിലാക്കുന്നത്? ഏറ്റവും പ്രധാനം, ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ് NSSന് ഇടത് സർക്കാരുമായി, പിണറായി സർക്കാരുകളുമായി പ്രശ്നമുണ്ടായിരുന്നത്. അതിനുശേഷം 2018 യുവതീ പ്രവേശനത്തിന് ശേഷം, ആ വിധിക്ക് ശേഷം സർക്കാർ ആ വിധി നടപ്പാക്കുന്നതിന് ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടത്തി എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു NSS. സർക്കാരിനോടുള്ള എതിർപ്പുകളും അത് തന്നെയായിരുന്നു. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ശേഷം പിണറായി സർക്കാർ NSSനെ അതൃപ്തിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ശബരിമലയുടെ കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ മാത്രമേ പല കാര്യങ്ങളും ഓരോ ചുവടുകളും വഹിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ തീർത്ഥാടന കാലത്തെല്ലാം തന്നെ അവിടെ ശബരിമലയിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നവും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ശ്രദ്ധ നൽകുകയും ചെയ്തു. അപ്പോൾ ശബരിമലയിൽ ഇനിയൊരു ആചാരം, എനിക്ക് തോന്നുന്നു പ്രശാന്ത്, ഈ ബിന്ദു അമ്മിണി, ശബരിമലയിൽ മല ചവിട്ടിയ ബിന്ദു അമ്മിണി പോലും സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ RV ബാബു നമ്മോടൊപ്പം ചേരുന്നുണ്ട്.